നമസ്കാരം. ചില കുട്ടികളൊക്കെ വളരെ ബോൾഡായിട്ട് വളർന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. പേരൻസിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. കണ്ടോ, എൻ്റെ കുഞ്ഞ് ആണായാലും പെണ്ണായാലും വളരെ ബോൾഡാണ്, അവർ ഇന്ന കാര്യം ചെയ്തു തന്നെ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ബോൾഡായിട്ട് വളരണം, എന്തിനെ നേരിടാൻ പറ്റണം. രാത്രിയിലൊക്കെ ആണെങ്കിലും യാത്ര ചെയ്താൽ എന്താ കുഴപ്പം, അവർ ചെയ്യട്ടെ. കുഞ്ഞുങ്ങളും ചെയ്യുന്നവരുണ്ട്, നല്ല കാര്യമാണ്. ബോൾഡായിട്ടൊക്കെ വളരുകയും എടുക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ ചില പ്രായത്തിൽ ഇവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ വളരെ തെറ്റാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ കണ്ട ഒരു സംഭവം, 10 ദിവസം പരിചയമുള്ള, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയമുള്ള ഒരു വ്യക്തി ക്ഷണിച്ചത് പ്രകാരം ഒരു പെൺകുട്ടി, നോർത്ത് ഇന്ത്യയിലൂടെയാണ്, പെൺകുട്ടി ഒരു പാർട്ടിക്ക് പോയി. ഇയാൾ കണ്ടക്ട് ചെയ്യുന്നൊരു പാർട്ടിക്ക് പോയി. ഈ പാർട്ടിക്കിടയിൽ ഈ പെൺകുട്ടി ഇയാൾ തമ്മിൽ സംസാരിച്ച് ഒരു മുറിയിലേക്ക് കയറി പോകുന്നു. മറ്റു കുട്ടികളൊക്കെ അപ്പുറത്തെ മുറികളൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പം അവിടെ നിന്നൊരു വലിയൊരു വെടിവെച്ച ശബ്ദം കേൾക്കുകയും ചെന്ന് നോക്കുമ്പം ഈ പെൺകുട്ടിയുടെ ദേഹത്ത് അവൻ വെടിവെച്ചിട്ടേക്കാണ്. 10 ദിവസം പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടിലാണ് വളരെ താമസിച്ച് ഒരു പാർട്ടിക്കായിട്ട് ഈ പെൺകുട്ടി പോയത്. ബോൾഡാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഈ ബോൾഡെന്ന് പറഞ്ഞ് നമ്മൾ ഡിസിഷൻ എടുത്ത് പോകുമ്പോൾ ഈ നമ്മളെ വിളിക്കുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥയോ അല്ലെ അവൻ എത്ര തരത്തിലുള്ള ആളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ അവർക്കിടയിൽ നടന്ന എന്തെങ്കിലും വഴക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിൻ്റെ വ്യക്തമായ കാരണം ആ റിപ്പോർട്ടിൽ എഴുതിയിട്ടില്ല. എന്തുവന്നാലും അവൻ്റെ ഇരുന്ന് തോക്കെടുത്ത് ഈ പെൺകുട്ടിയെ 1-2 വെടിവെച്ചു. ആ കുട്ടി മരിക്കുകയും ചെയ്തു. ആശുപത്രി എടുത്തോണ്ട് പോയെങ്കിലും ആ കുട്ടി രക്ഷപ്പെട്ടില്ല. എനിക്കൊന്ന് തലയ്ക്കാണ് ഒരു വെടി ഏറ്റെന്നാണ് റിപ്പോർട്ട് ഞാൻ വായിച്ചതെന്ന് അങ്ങനെ തോന്നുന്നു. ബോൾഡാണ്, എല്ലാവരും ബോൾഡാണ്, നമ്മളെല്ലാവരും ബോൾഡ് ആവണം. പക്ഷേ എടുക്കുന്ന ഡിസിഷൻസ് കറക്റ്റ് ആണോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. കാരണം ഇപ്പം നഷ്ടപ്പെട്ട വ്യക്തിക്ക് അവന് കാശുണ്ടെങ്കിൽ ചിലപ്പോൾ കേസിൽ നിന്നൊക്കെ പോരാൻ പറ്റും. ചിലപ്പോൾ ഒരു മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ 1 മാസം 2 മാസം ചിലപ്പോൾ ജയിലിൽ കിടന്ന് അവൻ ഇറങ്ങി വരും. പക്ഷെ നഷ്ടപ്പെട്ടത് ആ പേരൻസിന് ഒരു കുഞ്ഞാണ്.